എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്നേഹവന്ദനം. എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മരുത്വ മലയെക്കുറിച്ചാണ്. രാമരാവണ യുദ്ധം നടക്കുന്ന കാലം. രാവണ സഹോദരനായ വിഭീഷണൻ രാമപക്ഷം ചേർന്ന് രാവണനോട് യുദ്ധം ചെയ്തു. കുപിതനായ രാവണൻ വിഭീഷണന്റെ നേർക്ക് അമ്പയച്ചു. വിഭീഷണനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ലക്ഷ്മണൻ ബോധരഹിതനായി. ലക്ഷ്മണനെ പുനർജീവിപ്പിക്കുന്നതിനുള്ള വഴികൾ രാമനും വാനരന്മാരും ഗൗരവമായി ചിന്തിച്ചു. ഹിമാലയത്തിന്റെ ഒരു ഭാഗത്ത് ദ്രോണം എന്നു പേരുള്ള ഒരു പച്ചമരുന്നുണ്ടെന്നും അത് കൊണ്ടുവന്നാൽ ലക്ഷ്മണൻ ജീവിക്കുമെന്നും ജാംബവാൻ അഭിപ്രായപ്പെട്ടു. അതനുസരിച്ച് ഹനുമാൻ ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു. ഹനുമാൻ ഹിമാലയത്തിലെത്തി. പക്ഷേ പച്ചമരുന്ന് ഏതെന്ന് തിരിച്ചറിയാനായില്ല. ഒടുവിൽ മരുന്നു ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പർവ്വത ശിഖരം തന്നെ അടർത്തിയെടുത്ത് ഹനുമാൻ തിരികെ പോന്നു. ജാംബവാൻ അതിൽ നിന്നും ആവശ്യമായ മരുന്ന് കണ്ടെത്തി അതുപയോഗിച്ച് ലക്ഷ്മണന്റെ മോഹാത്സ്യം അകറ്റി. ഒടുവിൽ പർവ്വത ശിഖരം ഭാരതദേശത്തിന്റെ തെക്കേ അറ്റത്ത് നിക്ഷേപിച്ചു. അതാണ് ഇന്നു കാണുന്ന മരുത്വാമലയെന്ന് പറയപ്പെടുന്ന സഹ്യപർവ്വതത്തിന്റെ ദക്ഷിണ ഭാഗത്തായാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടല്ലോ.